ഹലോ അനുപം ആർട്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് തമ്പനയിൽ ഫസ്റ്റ് വീഡിയോ കണ്ടുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതെ, ഒരു ഗിഫ്റ്റാണ്. വെറും ഗിഫ്റ്റല്ല, ഗിഫ്റ്റിനുള്ളിലൊരു ഗിഫ്റ്റ്. ഫസ്റ്റ് ഇതുപോലെ ഒരു ബോക്സ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര മെഷർമെൻറ്റ്സിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം, പക്ഷേ ഇതുപോലെ ഈക്വൽ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ കൊടുക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സിന് കൊടുക്കാം, സിബ്ലിങ്സിന് കൊടുക്കാം, പാരൻസിന് കൊടുക്കാം, ടീച്ചേഴ്സിന് കൊടുക്കാം, ആർക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇന്നത്തെ ഈ ഒരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാക്കിയിട്ടുള്ളത് ഞാനൊരു വിൻറ്റേജ് തീമിലാണ്. എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടിന് ഉണ്ടാക്കി കൊടുക്കുന്ന പോലെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു ഗിഫ്റ്റ്. ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് ഓർമ്മ വന്നത് ബ്രൗൺ കളറാണ്. അതുകൊണ്ട് തന്നെ ബ്രൗൺ ഷീറ്റാണ് ഞാൻ ഇത് ഉണ്ടാക്കാൻ ചൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചാർട്ട് പേപ്പറിൽ യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾ കൊടുക്കാൻ ഇഷ്ടമുള്ള ആ ഒരാളുണ്ടല്ലോ, ആ ഒരാൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണെന്ന് ആലോചിച്ചിട്ട് ആ ഒരു തീമിൽ ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പടസാനായിരിക്കും. പിന്നെയല്ല, നിങ്ങൾ അതിനകത്ത് യൂസ് ചെയ്യുന്ന എല്ലാം ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ സന്തോഷം അവർക്ക് വേറെ ഒന്നും ഉണ്ടാവില്ല. കാരണം അതിൻ്റെ ഒരു ഫ്രഷ്നെസ് വേറെ തന്നെയായിരിക്കും. സോ നമ്മുടെ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെഷർമെൻറ്റ്സിലൊക്കെ ഉണ്ടാക്കാം. വലുതുണ്ടാക്കണമെങ്കിൽ വലുതുണ്ടാക്കാം, ചെറുതുണ്ടാക്കണമെങ്കിൽ ചെറുതുണ്ടാക്കാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ബോക്സ് ഞാൻ വെക്കാനായിട്ടൊരു സംഭവം ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു ബോക്സ് എങ്ങനെ ഉണ്ടാക്കിയിട്ടെന്നുള്ള വീഡിയോ ഞാൻ ക്രിസ്മസിൻ്റെ ടൈമിൽ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കയറി കണ്ടാൽ മനസ്സിലാവും. എന്നിട്ട് അതൊരു 2 സൈഡ് സെല്ലോ ടാപ്പ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു വിൻറ്റേജ് തീമാണല്ലോ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ ഇതുപോലെ എൻ്റെ കയ്യിലുള്ള കുറച്ച് കളക്ഷൻസൊക്കെ വെച്ചിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ ഒപ്പം ഇതുപോലെ ചെറിയ ചെറിയ കുട്ടി കുട്ടി കാർഡുകളൊക്കെ ഉണ്ടാക്കി ഒട്ടിച്ചു കൊടുക്കാം. സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്യാം, എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ ചൈൽഡ്ഹുഡിൽ എന്തെങ്കിലും മെമ്മറിയൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ സോ ആ മെമ്മറിയൊക്കെ ഇതുപോലെ ഒരു പേപ്പറിനകത്ത് എഴുതി വെച്ചിട്ട് ഇതുപോലെ ചുരുട്ടി വെച്ചിട്ട് അതിനകത്തൊരു ബോയൊക്കെ വരച്ച് കൊടുത്തിട്ട് ഇതുപോലെ സീക്രട്ട് ആയിട്ടുള്ള എന്തെങ്കിലും ലെറ്റേഴ്സൊക്കെ വെച്ച് കൊടുക്കുക. ഇതിനകത്ത് എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ വെക്കണമെങ്കിൽ വെക്കാം. ഞാൻ കുറച്ച് ഇയറിങ്സും പിന്നെ ഇതുപോലെ ഒരു റിങ്ങുമാണ് വെച്ച് കൊടുക്കുന്നത്. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം വരുന്നത്. ഇതുപോലെ ഒരു കാർഡ്ബോർഡാണ് അതിന് വേണ്ടത്. കാർഡ്ബോർഡ് എടുത്തിട്ട് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിനെ സെൻറ്ററാക്കിയിട്ട് ഒന്ന് മടക്കി കൊടുക്കണം. പിന്നെ നമുക്ക് ഒരാളാവശ്യമാണ്, വേറെ ആരുമല്ല, റബ്ബർ ബാൻഡാണ്. റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഇതേപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ വളച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ ഒരു ക്രോസ് ആയിട്ടുണ്ടാവുമല്ലോ. സോ ഇതിനെ ഇനി നേരെ ഓപ്പോസിറ്റായിട്ട് മടക്കുമ്പോഴാണ് നമ്മുടെ ഐറ്റം വരുന്നത്. അതിന് മുന്നേ ഇതുപോലൊരു പേപ്പർ വെച്ച് കൊടുക്കണം. നമ്മൾ ഇതിനകത്തേക്ക് വേറെ കുറച്ച് പേപ്പർ കട്ടിങ്സൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട്. അതതിൻ്റെ ഉള്ളിലേക്ക് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ പേപ്പർ വെച്ചത്. സോ ഇത് കണ്ടോ, ഇതിങ്ങനെ ക്രോസ് ഓപ്പോസിറ്റായിട്ട് മടക്കിയിട്ട് ആ ബോക്സിനകത്തേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ പേപ്പർ കട്ടിങ്സൊക്കെ ഉണ്ടല്ലോ അത് അതിൻ്റെ ഉള്ളിലാക്കി വെച്ചിട്ട് അത് അടച്ചു കൊടുക്കുക. ബാക്കി പുറത്ത് വീണതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മറ്റേ ബോക്സും കൂടെ, അതായത് ലാസ്റ്റത്തെ ബോക്സും കൂടെ നമ്മൾ അടച്ചു കൊടുക്കുക. ആ ബോക്സിന് വേണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഭംഗിയാക്കാം. ഞാൻ അതുപോലെ ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷ് എഴുതി കൊടുക്കുന്നുണ്ട്. സോ ഇനി നമുക്കിതൊക്കെ അൺബോക്സ് ചെയ്ത് നോക്കിയാലോ. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം വരുന്നത്. ഗിഫ്റ്റ് ബോക്സ് എങ്ങനെയുണ്ട് ഗൈസ്, കമൻറ്റിൽ പറയാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.